ഇന്ന് ഞാൻ നല്ലൊരു വെണ്ടയ്ക്ക തീയലാണ് ഇവിടെ തയ്യാറാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ വെണ്ടയ്ക്ക തീയൽ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെണ്ടയ്ക്ക തീയലും മുട്ട പൊരിച്ചതും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെ മീൻ വറുത്തൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. നല്ല കോമ്പിനേഷനാണ്. അതുകൊണ്ട് ഞാൻ ഇതിനായിട്ട് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. എല്ലാവരും ഈ രീതിയിലാണോ തയ്യാറാക്കുന്നത് അറിയില്ല. ഞാനിവിടെ ആദ്യം അല്പം മാത്രം, ഒത്തിരി അധികമൊന്നും വേണ്ട. നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. ഒത്തിരി അധികമൊന്നും ഞാൻ ചേർക്കുന്നില്ല. കുറച്ച് മാത്രം തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. എല്ലാവരും ഒരേ രീതിയിലല്ലായിരിക്കുമല്ലോ കറി വെക്കുന്നത്. ചില വ്യത്യാസങ്ങളൊക്കെ എന്താണെങ്കിലും ഉണ്ടാകും. ഞാനിവിടെ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തു. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം ഗരം മസാല. എനിക്ക് ഗരം മസാല അങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഗരം മസാല അധികം ചേർക്കാറില്ല ഒരു കറികൾക്കും. ഇവിടെ അല്പം മാത്രം ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ കൂടെ പെരുംജീരകം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണ്. എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് ഞാനത് ചേർത്തില്ല. എനിക്കിഷ്ടമാണ് പെരുംജീരകം ചേർത്തരച്ച നല്ല സൂപ്പർ തീയലുകൾ. പെരുംജീരകം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കാം, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിനകത്ത് ഇനി എന്തൊക്കെ ചേരുവകൾ ചേർക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇത്രയും മാത്രമേ ചേർക്കത്തുള്ളൂ. പിന്നെ നല്ലവണ്ണം പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇത് നല്ലവണ്ണം അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് വെണ്ടയ്ക്ക തീയൽ വെക്കണം. വെണ്ടയ്ക്ക തീയൽ, ഉള്ളിത്തീയൽ, പാവയ്ക്ക തീയൽ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ വെക്കാറുള്ളത്. ഇതിലേക്ക് ജീരകം ചേർക്കാറില്ല. പെരുംജീരകം ഉണ്ടെങ്കിൽ ചേർക്കാം, ഓക്കെ. പക്ഷേ ജീരകം ഞാൻ ചേർക്കത്തില്ല. മറ്റുള്ളവർ ചേർക്കുമെന്ന് എനിക്കറിയില്ല. അല്പം വെളുത്തുള്ളി മാത്രം ചേർത്തു. ഞാൻ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഉള്ളി ചേർക്കണം. സവാള ഉള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. എനിക്കിവിടെ ചെറിയ ഉള്ളി കിട്ടത്തില്ല എന്ന് ഞാൻ എല്ലാ വീഡിയോകളിലും പറയാനുണ്ട്. കിട്ടും വല്ലപ്പോഴുമൊക്കെ. ഇവിടെ കേരള സ്റ്റോറിൽ വരും, അല്ലെങ്കിൽ മുംബൈയിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ നാട്ടിൽ പോകുമ്പോഴോ ഒക്കെ മാത്രമാണ് ചെറിയ ഉള്ളി വാങ്ങിക്കുന്നത്. അതിന് പകരം ഞാൻ ഈ സവാള ഉള്ളിയാണ് എല്ലാ കറികൾക്കും ചേർക്കുന്നത്. ഈ ഉള്ളി ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലൊക്കെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തില്ല. ഈ വെണ്ടയ്ക്ക ചേർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഉപ്പ് ചേർത്താൽ വെള്ളമാകുമെന്നൊക്കെയാണ് ഈ ഹിന്ദിക്കാർ പറയുന്നത്. അതുകൊണ്ട് ഞാൻ വെണ്ടയ്ക്ക ചേർക്കുന്നിടത്ത് ആദ്യം ഉപ്പ് ചേർക്കാറില്ല. വെണ്ടയ്ക്ക നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം മാത്രമാണ് ഉപ്പ് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തു, കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇതിന് നല്ലവണ്ണം ഒന്ന് ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഉള്ളി അധികം നല്ലവണ്ണം ഇതുപോലെ വഴന്ന് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇത് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം വെണ്ടയ്ക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുത്തതിന് ശേഷം മാത്രമേ ഞാനിനി ഇതിലേക്ക് ഉപ്പ് ചേർക്കത്തുള്ളൂ. ഇതിനകത്ത് എന്തൊക്കെ തെറ്റുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാം. എങ്ങനെയാണ്, അല്ലെങ്കിൽ ഉപ്പ് ഇതിന് മുമ്പ് ചേർക്കാവോ, അല്ലെങ്കിൽ ഉപ്പ് അല്ലെങ്കിൽ ചേർക്കുന്നതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ, ചേർക്കാത്തതുകൊണ്ട് വല്ല പ്രശ്നം, അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായവും ഓരോരുത്തരുടെ തോന്നലുകളൊക്കെ ആയിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് അഭിപ്രായമായിട്ട് അറിയിക്കാം, കമൻ്റായിട്ട് അറിയിക്കാം. ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം വഴന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഇത് കുറച്ചുകൂടി നല്ലവണ്ണം വെണ്ടയ്ക്കതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടണം, തീരെ പറ്റി കിട്ടണം. നല്ലവണ്ണം വഴന്ന് കഴിയുമ്പോൾ വേണം നമുക്ക് അരപ്പ് ചേർത്തെടുക്കാൻ. ഇവിടെ ഞാൻ തേങ്ങ വറുത്തത് നല്ലവണ്ണം ഒന്ന് അരച്ച് വെച്ച് ഇത് നമുക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്തെടുത്താൽ വെണ്ടയ്ക്ക തീയൽ ഓക്കെ ആയി, റെഡിയായി. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കുക്കിംഗ് വീഡിയോ, പിന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ, എംപിയിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാനിതുപോലെ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളും തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചാൽ എനിക്കത് തീർച്ചയായിട്ടും സപ്പോർട്ടാകും. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ കാണും ഇതിനകത്ത്. ഞാൻ സംസാരിക്കുന്നതിനകത്തും കുറേയധികം തെറ്റുകൾ കാണും. ഇങ്ങനെ സംസാരിക്കാനൊന്നും എനിക്കധികം അറിയില്ല. എൻ്റെ ഒരു രീതിയിൽ വെച്ച് ഞാനങ്ങ് സംസാരിക്കുന്നു. അതിനകത്ത് തെറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അറിയിക്കാം.
ഇതൊന്ന് അടച്ചു വെച്ച് ഇതൊന്ന് വേവിക്കണം. വെണ്ടയ്ക്ക നല്ലവണ്ണം ഒന്ന് വെന്ത് ആ മസാലയൊക്കെ ഇതിനകത്തൊന്ന് പിടിക്കുന്നവരെ നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇതുപോലെ നല്ലവണ്ണം വെന്തതിന് ശേഷം നമുക്ക് വാങ്ങി ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇനി ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോയ്ക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അറിയാം വെണ്ടയ്ക്ക തീയൽ വെക്കാൻ, പക്ഷേ ഞാനൊരു വീഡിയോ അങ്ങ് തയ്യാറാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ വീഡിയോ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക.